വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന ധ്യാന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രക്ഷാകരമായ ഒരു പദ്ധതി അതിനെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റെ യുക്തി കൊണ്ടോ മാനുഷിക ചിന്തകൾ കൊണ്ടോ പരിമിതപ്പെടുത്തരുത്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കേരളം കടന്നു പോകുന്ന വലിയ ദുരിതപൂർണമായ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ? ഇതെന്താണ്? ഇത് ദൈവം ഇവിടെയില്ലേ? അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ നമ്മൾ പരിമിതപ്പെടുത്തരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറയണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പറയാൻ. നമ്മൾ ഏത് വിധത്തിൽ സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അത് അത്യുത്തമമാണ് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ. മാനുഷികമായ ദൃഷ്ടിയിൽ നാം ചിന്തിക്കുന്നത് പോലെയല്ല, നാം കാണുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത്യുത്തമമാണ് സർവ്വതും. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ ചലനം മുഴുവൻ ദൈവത്താൽ നിയന്ത്രിതമാണ്. ദൈവമാണ് ഈ ലോകത്തെയും അതിലുള്ള സകല സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് അനുനിമിഷം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ദൈവം കൽപ്പിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ നാമത്തിൽ നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, ദൈവം അരുളി ചെയ്തപ്പോഴാണ് ഈ ലോകമുണ്ടായത്. ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അരുളപ്പാട്
ഇന്നും ദൈവത്തിൻ്റെ കൽപ്പനയായി വരുമ്പോൾ ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ലോകത്തിൽ ഒത്തിരിയേറെ പ്രതികൂലതകൾ ഒരുപക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ അവിടെയാണ് നാം വചനം മനസ്സിലാക്കേണ്ടത്. കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മൾ ബൈബിളിൽ ഒരിക്കലും ഉത്തരമില്ലാത്ത, മാനുഷികമായ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ചോദ്യമാണ് എന്തുകൊണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് എന്തുകൊണ്ട്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമാണോ? ഈശോ പറഞ്ഞു, അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. മകനെ, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിച്ചു വരികയായിരുന്നു. 12-ാമത്തെ വയസ്സിൽ ജെറൂസലേമിൽ വെച്ച് ഈശോയെ കാണാതെ പോയതിന് ശേഷം 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? അതിന് പ്രത്യക്ഷമായൊരു ഉത്തരമല്ല ഈശോ നൽകുന്നത്. ഈശോ നൽകുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി. അപ്പോൾ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് സങ്കീർത്തന വചനം ആവർത്തിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതായി നാം വായിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ഉത്തരമായി, പ്രത്യുത്തരമായി പുത്രൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, അബാ പിതാവേ, ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കണം. അല്ലാതെ ഇതെന്ത്, എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി നിന്നാൽ ഒരിക്കലും നമുക്ക് ഉത്തരം കണ്ടെത്തുക സാധ്യമല്ല. അതാണ് വചനം പറയുന്നത്, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാക്കും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കരുത്. ദൈവം കൽപ്പിക്കുമ്പോഴാണ് ജലപ്രളയമുണ്ടായത്. ദൈവം കൽപ്പിക്കുമ്പോഴാണ് ജലാശയങ്ങളുണ്ടായത്. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നു. കാരണം തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശുദ്ധീകരണം അഭിലഷിക്കുന്ന ദൈവം കൽപ്പിക്കുന്നതനുസരിച്ചാണ് ഈ ലോകത്ത് സകലതും സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ, മാനവരാശിയുടെ വിശുദ്ധീകരണമാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അശുദ്ധമായതൊക്കെയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ, ഈ ഒരു വിശുദ്ധീകരണ കർമ്മം ദൈവമായ കർത്താവ് നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക നമുക്ക് സാധ്യമല്ല. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ ശ്ലീഹ ചോദിക്കുകയാണ്. ഇതിനൊരു മറുവശമുണ്ട്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വവുമായി തുലനം ചെയ്യുമ്പോൾ കഷ്ടതകൾ നിസ്സാരമാണ്. എന്നാൽ ഇന്ന് ലോകം നാശത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ഭൗതികമായ നഷ്ടങ്ങളുണ്ടായി. വീടുകൾ തകർന്നു, സ്ഥാപനങ്ങൾ പലതും, റോഡുകളെല്ലാം, കൃഷിയിടങ്ങളെല്ലാം
നശിപ്പിക്കപ്പെട്ടു. എന്നാൽ നിത്യനാശത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ നാശങ്ങൾ എത്രയോ നിസ്സാരമാണ്. ഒരാത്മാവിൻ്റെ നാശത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള നാശങ്ങളൊന്നും വലുതല്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അപ്പം ഈ ഒരു മനുഷ്യാത്മാവിന് പകരമായി ഈ ലോകത്തിൽ കൊടുക്കാനൊന്നുമില്ല. ഒരാത്മാവ് നശിക്കുന്നതിന് പകരം ഈ ലോകം മുഴുവൻ നശിച്ചാലും ആത്മനാശത്തിന് പകരമാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഭവിക്കാനിരിക്കുന്ന നിത്യനാശത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ നിസ്സാരമല്ലേ? ഇതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ, ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തരുത് എന്ന് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്. ഈ നിത്യജീവനിലേക്ക് കടന്നു വരാതെ ഒരാത്മാവ് നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ആ നാശമാണ് ഈ ലോകം മുഴുവൻ നശിക്കുന്നതിനേക്കാൾ വലിയ നാശം എന്ന് തിരിച്ചറിയണം. കാരണം ഈ ലോകം മുഴുവൻ ചേർത്ത് വെച്ചാലും ഒരാത്മാവിന് പകരമാവില്ല. അത്രത്തോളം വലുതാണ് ഒരാത്മാവിൻ്റെ വില. ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ വില കൊടുത്ത് വാങ്ങിയ ഒരാത്മാവിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ലോകം മുഴുവൻ നാശത്തിന് വേണ്ടി വിട്ടുകൊടുത്താലും അതിൽ അതിശയോക്തിക്കിടമില്ല. അതുകൊണ്ടാണ് വചനം തുടർന്ന് പറയുന്നത്, കർത്താവ് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യ വംശത്തിനെ നാശത്തിൻ്റെ പാതയിൽ നിന്ന് മാറ്റി രക്ഷയുടെ പാതയിലേക്ക് നയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. പിന്നെയോ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതമായ ഉപയോഗത്തിനാണ്. ആ നിശ്ചിതമായ ഉപയോഗം അത് നടന്നേ മതിയാവൂ. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കാത്തതുകൊണ്ട് ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ വ്യക്തിപരമായ പദ്ധതിയുള്ളതുകൊണ്ട് ആ പദ്ധതിയിലേക്ക് അവനെ ചേർത്ത് നിർത്തുന്നത്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്തും. കർത്താവിനെ കണ്ടെത്താനായിട്ട് ദൈവം ചില മാർഗങ്ങൾ ഒരുക്കും. റോമാലേഖനം 1:28 നമ്മൾ വായിക്കുന്നു, ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കുമായി ദൈവം അവരെ വിട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതുമ്പോൾ. അപ്പം ദൈവത്തെ അംഗീകരിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് അടുത്തു വരേണ്ടതിന്, ദൈവ സ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നന്മയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമാലേഖനം 8:28. വലിയൊരു ബോധ്യത്തിലൂടെ നന്മയുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയട്ടെ. ഇതിൻ്റെ പിന്നിലുള്ള ദൈവീകമായ രക്ഷാകര പദ്ധതിയെ പരിമിതപ്പെടുത്താതെ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യൻ്റേതിനേക്കാൾ ഉന്നതമത്രയെന്ന് യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 9-10 വചനത്തിൽ നാം വായിക്കുന്നു. എങ്കിൽ ദൈവത്തിൻ്റെ ഉയർന്ന ചിന്തയോട് ചേർന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം സ്തബ്ധരായി പോകും. എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും അതിന് ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നു, എന്തുകൊണ്ട് ഈ
അപകടം സംഭവിച്ചു? എന്തുകൊണ്ട് ഈ പ്രളയമുണ്ടായി? എന്തുകൊണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കരുത് എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെയോ ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വൈദിക വിദ്യാർത്ഥി അവൻ്റെ പിതൃ സഹോദരൻ ഹാർട്ടിന് ബ്ലോക്കായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥനാ സഹായം ജാഗരണ പ്രാർത്ഥനയ്ക്കിടയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവനുമായി പങ്കുവച്ചു, ബ്രദറെ, ദൈവത്തിൻ്റെ പദ്ധതി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് നിറവേറാൻ പ്രാർത്ഥിക്കുക. ഈ സഹോദരൻ ഹൃദയരോഗിയായതിൻ്റെ പിന്നിൽ ദൈവം അറിയാതെ ഒന്നുമില്ല, ദൈവം അനുവദിക്കാതെയല്ല ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതിയും ദൈവത്തിൻ്റെ ഉദ്ദേശവും സ്വർഗത്തിലൊരു നിയോഗമുണ്ട്. അത് നടക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ബ്രദറിനോട് പങ്കുവെച്ച മറ്റൊരു സംഭവമുണ്ട്. അവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട തികച്ചും മദ്യപാനിയായ മറ്റൊരു വൈദിക വിദ്യാർത്ഥിയുടെ പിതാവായ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായി ഹൃദയ സംബന്ധമായൊരു രോഗമുണ്ടായപ്പോൾ രോഗബാധിതനായ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞുങ്ങളും ഭാര്യയുമൊക്കെ ഏറെ നാളുകളായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ മകൻ്റെ മദ്യപാന ദുശീലത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി. ഈ രോഗം അതിനെ തുടർന്നുള്ള ആൻറ്റിയോപ്ലാസ്റ്റി സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ടു. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തിലധികമായി പൂർണ്ണമായും മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടി ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായി ആ രോഗം മാറി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ ദൈവകൃപയിൽ സന്തോഷത്തിൽ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരുന്നു. ധ്യാനം കൂടിയിട്ടോ പെട്ടെന്നുണ്ടായൊരു മാനസാന്തര അനുഭവത്തിലോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ ആ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തരുത്. ഒരു ക്യാൻസർ രോഗം വരുമ്പോൾ, ഒരു അപകടം സംഭവിക്കുമ്പോൾ, ഒരു സ്ട്രോക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ പരിമിതപ്പെടുത്തരുത്. അവിടെയൊക്കെ യഥാർത്ഥ ദൈവ പൈതൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഈ രോഗത്തിൻ്റെ പിന്നിലുള്ള, ഈ അപകടത്തിന് പിന്നിലുള്ള ദൈവികമായ രക്ഷാകര പദ്ധതി നടക്കട്ടെ, സ്വർഗത്തിൻ്റെ നിയോഗം നടക്കട്ടെ. ഇത് സൗഖ്യപ്പെടണേ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാവും. രോഗവും ദുരന്തങ്ങളും പല വിധത്തിലുണ്ട്. ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്നാൽ തിന്മയുടെ അതിപ്രസരം മൂലമുണ്ടാകുന്ന തിക്താനുഭവങ്ങളുമുണ്ട്. ഇവിടെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന തിന്മയെ പുറത്താക്കും. തിന്മയുടെ സ്വാധീന ഫലമായിട്ടാണ് ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ തിന്മയുടെ സ്വാധീനം വിട്ടുമാറുന്നതോടുകൂടി ദുരന്തങ്ങൾ വഴിമാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി, ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലായി ചില രോഗങ്ങളും ചില അപകടങ്ങളും ദുരന്തങ്ങളും ദൈവം അനുവദിക്കുമ്പോൾ അതിലൂടെ ദൈവം ലക്ഷ്യമിടുന്ന ഒരു രക്ഷാകര ലക്ഷ്യമുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു രക്ഷാകര ലക്ഷ്യമുണ്ട്. പാപികളുടെ മാനസാന്തരമാകാം, ദൈവജനത്തിൻ്റെ ഒരുമയാകാം, വിഭാഗീയതയുടെ മതിലുകൾ തകർക്കപ്പെടേണ്ടതാകാം, ഭിന്നതയും കലഹവും വിട്ടുമാറി ഒരുമയുടെ ചൈതന്യം കടന്നു വരാനാകാം. ദൈവത്തിൻ്റെ ഉദ്ദേശമെന്തോ, ദൈവത്തിൻ്റെ പദ്ധതി എന്തോ, ദൈവത്തിൻ്റെ മഹത്വം എന്തോ അത് നിഴൽ വിരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചനം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന പോലും ഇനി നമ്മുടെ അധരങ്ങളിലോ നമ്മുടെ ഹൃദയങ്ങളിലോ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെയോ ഗെത്സമനിലെ പ്രാർത്ഥന പോലെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം. ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അബ്രാഹത്തിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ ദൈവദൂതന്മാരായി വന്ന വഴിപോക്കർ ചോദിക്കുന്നുണ്ട്. അവിടെ സാറ ചിരിച്ചു. സാറ ചിരിച്ചപ്പോൾ, നീ ചിരിച്ചതെന്ത്?
ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവദൂതന്മാർ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ വിചാരങ്ങളുടെ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയോട് ചേർന്നുള്ളൊരു പ്രാർത്ഥന, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ദൈവത്തിന് എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു നിശ്ചിത ഉദ്ദേശമുണ്ട്, നിശ്ചിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. എല്ലാവരുടെയും വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിലേക്ക് നമ്മുടെയും നമ്മുടെ ദേശത്തിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. തീർച്ചയായും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ നിത്യനാശവുമായി നിത്യനഷ്ടവുമായി തുലനം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നശ്വരമായ ഈ ലോകത്തിനു വേണ്ടി ജീവിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വര ലോകത്തെ സ്വപ്നം കണ്ട് ജീവിക്കുവാൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് എവർക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ ദേശത്തെ സമർപ്പിച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ നാടിനുണ്ടായ എല്ലാ നഷ്ടങ്ങളെയും നിത്യതയുടെ തീരത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനുള്ള ദൈവിക പദ്ധതിയാണെന്നുള്ള ബോധ്യത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരുകരങ്ങളും യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കർത്താവിന് മുമ്പിൽ നാം കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളിങ്ങനെ പറയണം: എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാക്കും. കർത്താവെ, ഞങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ, ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്താതെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ അറിവോടും ദൈവത്തിൻ്റെ സമ്മതത്തോടും കൂടിയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയുടെ, രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എൻ്റെ ജീവിതമെന്ന് പൂർണ്ണബോധ്യത്തോടെ സ്വീകരിക്കുക. ദൈവം തരുന്നത് വിളമ്പുന്നതെന്നും ഭക്ഷിക്കുക. ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ വേദനകളായിരിക്കാം, സാമ്പത്തിക ക്ലേശങ്ങളായിരിക്കാം, ജീവിതത്തിൽ തകർച്ചകളായിരിക്കാം, ഒരാൾ കഴിയുമ്പോൾ അടുത്തയാൾക്കെന്ന മട്ടിൽ ജീവിതത്തെ കാർന്നു നിന്ന മഹാമാരികളായിരിക്കാം, പ്രളയക്കെടുതികളായിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ ഒഴുകുന്നു. അനുഗ്രഹം ഒഴുകട്ടെ. ഈ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കുരിശിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ നീർച്ചാല് തിരുരക്തമായി ഒഴുകിയിറങ്ങുന്ന സമയമാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവിക ശക്തിയെ പരിമിതപ്പെടുത്താതെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ശക്തമായ കൃപയൊഴുകുവാൻ എല്ലാ മക്കളും ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ രക്ഷാകര ശക്തി, യേശുവേ, അങ്ങയുടെ രക്ഷാകര പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇതെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായിരിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കുവാൻ, ഇതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറട്ടെ എന്ന് പറഞ്ഞ തിരുവചനങ്ങളുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുരിശിനോട് ചേർത്ത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ സഹനങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ രോഗങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ച് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും സ്വാധീനങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.
ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.